നമസ്കാരം. ന്യൂ ഇൻകം ടാക്സ് ആക്ട് 2025 ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. 2026 തൊട്ട്, അതായത് ഈ വർഷം തൊട്ടാണ് ന്യൂ ഇൻകം ടാക്സ് ആക്ട് 2025ന്റെ ഇംപ്ലിമെന്റേഷൻ, അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ നടക്കാൻ പോകുന്നത്. അടുത്ത ഒരു 6 മാസത്തിനുള്ളിൽ അത് ഫുൾ ഫ്ലഡ്ജ്ഡ് ആയിട്ട് പൂർണ്ണമായ അതിന്റെ ഒരു പ്രവർത്തനം നടപ്പിലാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഈ ഒരു പുതിയ ഇൻകം ടാക്സ് ആക്ട് വരുന്നതോടുകൂടി എന്തൊക്കെ പുതിയ നിയമങ്ങളാണ് വരാൻ പോകുന്നത്, എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണ് അതിനുള്ളത്, ഈ ലിമിറ്റേഷൻസ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഒരാൾ ലിമിറ്റിനപ്പുറം പണമോ സ്വർണമോ സൂക്ഷിക്കുകയാണെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള നിയമ നടപടികളാണ് നേരിടാൻ സാധ്യതയുള്ളത്, മാത്രമല്ല എന്തൊക്കെ തരത്തിലുള്ള ടാക്സ് പെനാൽറ്റികളാണ് കൂട്ടിക്കേണ്ടതായിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോ നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ അവസാനം വരെ കണ്ടാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട A to Z കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധ്യമാവുകയുള്ളൂ. ബോസ്വല മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഞാൻ അഭിലാഷ്. സോ ഈ ഒരു ഇൻകം ടാക്സ് ആക്ട് 2025 നടപ്പിലാവുന്നത് കൂടി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ അതിലേക്ക് ഡയറക്റ്റ് പോകുന്നതിന് പകരം ഞാൻ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു ചെറിയ ഉദാഹരണം വെച്ചുകൊണ്ട് എന്താണ് ഒരു പുതിയ ആക്ടിന്റെ ഏകദേശ രൂപം എന്നതിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു അയാളുടെ പേര് മോഹൻ എന്നിരിക്കട്ടെ. ഈ മോഹൻ എന്ന് പറയുന്ന ആൾ കഴിഞ്ഞ 10 വർഷമായിട്ട് കൃത്യമായിട്ട് ടാക്സ് ഫയൽ ചെയ്യുന്ന ഒരാളാണ്. ഇയാൾ കഴിഞ്ഞ 10 വർഷമായിട്ട് മൊത്തമായിട്ട് റിപ്പോർട്ട് ചെയ്ത ഇൻകം എന്ന് പറയുന്നത് 1 കോടി രൂപയാണ് എന്നിരിക്കട്ടെ. അതുപോലെ തന്നെ 10 വർഷമായിട്ട് ഇയാൾ റിപ്പോർട്ട് ചെയ്ത ചെലവ് എന്ന് പറയുന്നത് 50 ലക്ഷം രൂപയാണ് എന്നിരിക്കട്ടെ. സോ റിപ്പോർട്ട് ചെയ്ത എമൗണ്ട് 1 കോടി രൂപ, എക്സ്പെൻസ് ആയിട്ടുള്ളത് 50 ലക്ഷം രൂപ. സോ ടോട്ടൽ ഈ മോഹൻ എന്ന് പറയുന്ന ആൾ സേവ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണ്? ബാക്കിയുള്ള 50 ലക്ഷം രൂപ. സോ ഈ ഒരു ബാക്കിയുള്ള 50 ലക്ഷം രൂപ ലോജിക്കലി അദ്ദേഹത്തിന് എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും? ഒന്ന് ക്യാഷ്, ഗോൾഡ്, പ്രോപ്പർട്ടി, അതുപോലെ തന്നെ ഷെയറുകൾ. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ ബാക്കി വരുന്ന 50 ലക്ഷം രൂപ പ്രോബബ്ലി ഈ മോഹൻ എന്ന് പറയുന്ന ആൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, അല്ലെ? ഇനി പ്രശ്നം വരുന്നത് എവിടെയാണ് എന്ന് നമുക്ക് നോക്കാം. സപ്പോസ് ഈ മോഹൻ എന്ന് പറയുന്ന ആൾക്ക് 3 കോടി രൂപയുടെ സ്വർണം, 3 കോടി രൂപയുടെ മൂല്യമുള്ള സ്വർണം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്നിരിക്കട്ടെ. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കയ്യിൽ, അദ്ദേഹത്തിന്റെ വീട്ടിൽ 1 കോടി രൂപ ക്യാഷ് ആയിട്ടും ഉണ്ട്. ഇപ്പോൾ ടോട്ടൽ അസറ്റ് എത്ര രൂപയായി? 3 കോടിയുടെ സ്വർണം പ്ലസ് 1 കോടി രൂപയുടെ കാശ്, മൊത്തം 4 കോടി രൂപ ടോട്ടൽ അസറ്റ് ആയിട്ട്. പക്ഷെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്ത അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്ത സേവിങ്സ് എമൗണ്ട് എത്രയാണ്? വെറും 50 ലക്ഷം രൂപ മാത്രം. സോ ബാക്കി വരുന്ന 3.5 കോടി രൂപ ഇത് അൺഎക്സ്പ്ലെയിൻഡ് മണി ആയിട്ട് കരുതപ്പെടും, കൺസിഡർ ചെയ്യപ്പെടും, അഥവാ ബ്ലാക്ക് മണി. പുതിയ ഇൻകം ടാക്സ് നിയമം വരുന്നതോടുകൂടി, ഇൻകം ടാക്സ് ആക്ട് 2025 എന്ന് പറയുന്ന പുതിയ നിയമം ഇംപ്ലിമെന്റ് ആവുന്നതോടുകൂടി ഹെവി ആയിട്ടുള്ള വളരെ വലിയ ഒരു പിഴ, ഒരു പെനാൽറ്റി ആയിരിക്കും ഈ മോഹൻ എന്ന് പറയുന്ന ആളെ കാത്തിരിക്കുന്നത്. സോ അൺഎക്സ്പ്ലെയിൻഡ് ഇൻകം, അതായത് നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റാത്ത, എങ്ങനെ വന്നു എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള വരുമാനം. ഇത്തരത്തിലുള്ള വരുമാനം, എന്തൊക്കെ തരത്തിലുള്ള വരുമാനങ്ങളാണ് ഇത്തരത്തിൽ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ട് കരുതപ്പെടുന്നത്? ഒന്ന്, നിങ്ങൾക്കുള്ള വരുമാനത്തിന്റെ കൃത്യമായിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള സോഴ്സ്, ആ വരുമാനം എവിടെ നിന്നാണ് വന്നത്, എന്താണ് അതിന്റെ പ്രൂഫ്, എന്തൊക്കെ തരത്തിലുള്ള രേഖകൾ അതിനകത്തുണ്ട്, ഇത്തരത്തിലൊന്നും നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് അൺഎക്സ്പ്ലെയിൻഡ് ഇൻകം ആയിട്ട് കരുതപ്പെടും. അത് മാത്രമല്ല, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്താൽ പോലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് അത് അക്സെപ്റ്റബിൾ അല്ലെങ്കിൽ, അവർക്ക് അത് സ്വീകാര്യമല്ലെങ്കിൽ, നിങ്ങളുടെ എക്സ്പ്ലനേഷനിൽ അവർ തൃപ്തരല്ലെങ്കിൽ, ആ സമയത്തും അത് അൺഎക്സ്പ്ലെയിൻഡ് ഇൻകം ആയിട്ട് കരുതപ്പെടും. സോ ചെറിയ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ സോഴ്സ് ഓഫ് ഇൻകമിന്റെ, നിങ്ങൾക്ക് ലഭിച്ച വരുമാനത്തിന്റെ സോഴ്സ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ അവരോട് പറയുകയാണ്, സാർ എനിക്കിത് റോട്ടിൽ കിടന്ന് കിട്ടിയതാണ്, അല്ലെങ്കിൽ എനിക്കിത് വേറൊരു സ്ഥലത്ത് നിന്ന് കളഞ്ഞ് കിട്ടിയതാണ്, ഇതിനകത്ത് പണമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, പക്ഷേ ഞാനത് എടുത്തു, ഇങ്ങനെയൊന്നും പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. ഇത് അൺഎക്സ്പ്ലെയിൻഡ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടും. സോ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകളുടെ പ്രധാനപ്പെട്ട തരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്ന്, പ്രോപ്പർട്ടി. നിങ്ങൾക്ക് ഒരു വസ്തു ഉണ്ട്, പക്ഷെ നിങ്ങൾ ഫയൽ ചെയ്ത ITR ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങിയതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി അൺഎക്സ്പ്ലെയിൻഡ് പ്രോപ്പർട്ടി ആയിട്ട് കരുതപ്പെടും. രണ്ടാമത്തേത് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റുകളാണ്. ചില ആളുകൾ ബന്ധുക്കളുടെ അക്കൗണ്ട് ഉപയോഗിച്ച് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നു. വലിയ വലിയ പോർട്ട്ഫോളിയോ അവർ ഉണ്ടാക്കുന്നു, പക്ഷേ പ്രോപ്പർ ആയിട്ടുള്ള ഇൻകം സോഴ്സ് അവർക്ക് കാണിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലും ഇത് അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കരുതപ്പെടും. ഇതിൽ നിന്ന് ലഭിക്കുന്ന പണം ബ്ലാക്ക് മണി ആയിട്ടും കൺസിഡർ ചെയ്യപ്പെടും. ഇപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാകുമ്പോൾ, ഈ ക്യാഷിന്റെയും ഗോൾഡിന്റെയും കാര്യത്തിൽ എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണ് ഉള്ളത്, എത്രത്തോളം ക്യാഷും ഗോൾഡുമാണ് നമുക്ക് കരുതാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും. ആക്ച്വലി ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ന്യൂമറിക് ആയിട്ട് ഒരു നമ്പർ നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഇത്ര ക്യാഷ് ആണ് നമുക്ക് വെക്കാൻ പറ്റുന്നത്, ഇത്ര ഗോൾഡ് ആണ്, ഇത്ര കിലോ സ്വർണ്ണമാണ് നമുക്ക് കയ്യിൽ വെക്കാൻ പറ്റുന്നത്, അങ്ങനെ ഒരു ന്യൂമറിക്കൽ ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ നമ്പർ നമുക്ക് ഇവിടെ പറയാൻ സാധ്യമല്ല. ക്യാഷ് ആയാലും ഗോൾഡ് ആയാലും പ്രോപ്പർട്ടി ആയാലും നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഹോൾഡ് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ സോഴ്സ് ഓഫ് ഇൻകവുമായിട്ട് പൊരുത്തപ്പെടുന്ന രീതിയിൽ മാത്രമേ ഈ അസറ്റുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവാൻ പാടുള്ളൂ. അതായത് നിങ്ങളുടെ ഒരു മാസത്തെ വരുമാനം 50,000 രൂപയും, പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ളത്
പറയുന്നത് 5 കോടി രൂപയുടെ ക്യാഷും 10 കോടി രൂപയുടെ സ്വർണ്ണവുമാണെങ്കിൽ അതൊരിക്കലും ജസ്റ്റിഫയബിൾ അല്ല. നിങ്ങൾക്ക് സോഴ്സ് ഓഫ് ഇൻകം കൃത്യമായിട്ട് നേരായ മാർഗ്ഗത്തിലുള്ള സോഴ്സ് ഓഫ് ഇൻകം കാണിക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ റെസ്റ്റ് ഓഫ് ദ എമൗണ്ട് വിൽ ബി കൺസിഡേർഡ് ആസ് ബ്ലാക്ക് മണി. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട പുതിയ നിയമങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ എനിക്ക് നിങ്ങളോട് മറ്റൊരു കാര്യം പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട, ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. അതായത് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെയും ജീവിതം എപ്പോഴും സുരക്ഷിതമാക്കിയിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും നമുക്ക് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിനോ നമ്മുടെ ബന്ധുക്കൾക്കോ ഉണ്ടാകരുത്. അതിനുവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത് തന്നെയാണ്, അല്ലേ? പ്രതിമാസം വെറും 595 രൂപ പ്രീമിയത്തിൽ നിങ്ങൾക്ക് ആക്സിസ് മാക്സിൽ നിന്നും ലൈഫ് ഇൻഷുറൻസ് എടുക്കാവുന്നതാണ്. 1 കോടി രൂപ വരെയുള്ള കവറേജ് ആണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുമാത്രമല്ല 99.70% ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോയും ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസിലുണ്ട്. അതുമാത്രമല്ല എലിജിബിൾ ആയിട്ടുള്ള എല്ലാ ക്ലെയിമുകൾക്കും വെറും 3 മണിക്കൂറിനുള്ളിൽ ക്ലെയിം സെറ്റിൽമെന്റും ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസ് ഉറപ്പു നൽകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യത്തെ 1 വർഷത്തെ പ്രീമിയത്തിൽ 15% ഡിസ്കൗണ്ടും ലഭ്യമാണ്. നിങ്ങൾ ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് വാങ്ങാവുന്നതാണ്. ഇൻകം മാത്രമല്ല, ചില തരത്തിലുള്ള എക്സ്പെൻസസും ബ്ലാക്ക് മണി ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടും. അവ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ? ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളൊരു വാഹനം വാങ്ങിക്കുന്നു, നിങ്ങളൊരു കാർ വാങ്ങിക്കുന്നു എന്നിരിക്കട്ടെ. ഈ കാറിന്റെ നമ്പർ പ്ലേറ്റിനായിട്ട് നിങ്ങൾ 1.5 കോടി രൂപ ചെലവഴിക്കുന്നു. നിങ്ങളുടെ ഇഷ്ടമുള്ള ഫാൻസി നമ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് 1 കോടി 1.5 കോടി രൂപ നിങ്ങൾ അതിനായിട്ട് ചെലവഴിക്കുന്നു. പക്ഷേ നിങ്ങളുടെ പ്രതിമാസ വരുമാനം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇതിനെ സാധൂകരിക്കുന്ന രീതിയിൽ അല്ല എന്നാണെങ്കിൽ ഈ ഒരു എക്സ്പെൻസ് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും. ഇതൊരു അൺഎക്സ്പ്ലെയിൻഡ് എക്സ്പെൻഡിച്ചറായി കരുതപ്പെടുകയും തൽഫലമായി നിങ്ങൾക്ക് ഹെവി പെനാൽറ്റി കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാകുകയും ചെയ്യും. അതുമാത്രമല്ല, നിങ്ങൾ ഒരു 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ ഒരു ലക്ഷറി സ്പെൻഡിങ് ചെയ്യുകയാണെങ്കിൽ, അതായത് ആഡംബരത്തിനായിട്ട് നിങ്ങൾ 10 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ നിങ്ങൾ ചെലവഴിക്കുകയാണെങ്കിൽ അത് ട്രാക്ക് ചെയ്യപ്പെടും. കൃത്യമായിട്ടുള്ള ഫൈനാൻഷ്യൽ ട്രാക്കിംഗ് സിസ്റ്റംസ് വഴി ഈ ഒരു എക്സ്പെൻഡിച്ചർ റിപ്പോർട്ട് ചെയ്യപ്പെടും. നിങ്ങളുടെ വരുമാനം ഈ ഒരു ചെലവിനെ സാധൂകരിക്കുന്നതാണോ, നിങ്ങളുടെ വരുമാനത്തിന് കണക്കായിട്ടുള്ള ചെലവാണോ നിങ്ങൾ ചെയ്തത് എന്ന കാര്യം അതിനുള്ള ഉത്തരം നിങ്ങൾ അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സംശയമുണ്ടാകും, ഗവൺമെന്റിന് എങ്ങനെയാണ് ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോൾ ഓൺലൈൻ വഴി അല്ലെങ്കിൽ പോലും ഞാൻ ക്യാഷ് ആയിട്ട് തന്നെയാണ് അവർക്ക് കൊടുക്കുന്നത് എന്നിരിക്കട്ടെ, പക്ഷേ എങ്ങനെയാണ് ഇത് ഗവൺമെന്റ് ട്രാക്ക് ചെയ്യുന്നത്? അതിനുള്ള മാർഗ്ഗങ്ങളുണ്ട്. അതിലൊന്നാണ് SFT, അതായത് സ്പെസിഫൈഡ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ഹൈ വാല്യൂ ആയിട്ടുള്ള ട്രാൻസാക്ഷനുകൾ ബാങ്കുകളും അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥാപനങ്ങളും കൃത്യമായിട്ട് ഗവൺമെന്റിന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് TDS അല്ലെങ്കിൽ TCS റിപ്പോർട്ടുകളാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ 10 ലക്ഷം രൂപയുടെ ഒരു കാർ വാങ്ങുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ ഡീലർക്ക് 1% TCS ലഭിക്കുന്നു. ഇത് നിങ്ങളുടെ ടാക്സ് റെക്കോർഡുകളിൽ രേഖപ്പെടുത്തുന്നു. അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സെർച്ച് ആൻഡ് സീസർ ആണ്. അതായത് ഇൻകം ടാക്സ് റെയ്ഡ് എന്ന് കോമൺ ആയിട്ട് പറയും. നമ്മൾ ഇതൊക്കെ സിനിമകളിൽ മറ്റും കണ്ടിട്ടുണ്ടാകും. ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർക്ക്, ഇൻകം ടാക്സ് അതോറിറ്റികൾക്ക് അനധികൃതമായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആവശ്യത്തിലധികം എന്ന രീതിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ക്യാഷ്, ഗോൾഡ്, പ്രോപ്പർട്ടി തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റിഗേഷൻ നടത്താനും അവ സീസ് ചെയ്യാനും ഉടമസ്ഥരിൽ നിന്നും പിടിച്ചെടുക്കാനുമുള്ള അവകാശം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. സോ നിങ്ങൾ ബ്ലാക്ക് മണി ആയിട്ട്, അൺഎക്സ്പ്ലെയിൻഡ് മണി ആയിട്ട്, അതുപോലെ തന്നെ ഗോൾഡ്, ഇൻവെസ്റ്റ്മെന്റ്, മാത്രമല്ല ആഡംബര ചിലവുകൾ, ഇതൊന്നും അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇവയൊക്കെ നിങ്ങൾ കൈവശം വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ നടത്തുകയോ ചെയ്യുകയാണെങ്കിൽ 84% ടാക്സും അത് കൂടാതെ അതിന്റെ പിഴത്തുകയും നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ടുണ്ടാകും. നേരത്തെ നമ്മുടെ മോഹന്റെ കാര്യം പറഞ്ഞ പോലെ 3.5 കോടി രൂപയാണ് മിസ്റ്റർ മോഹൻ എന്ന് പറയുന്ന ആൾക്ക് അൺഎക്സ്പ്ലെയിൻഡ് മണി ആയിട്ട് അയാളുടെ കയ്യിലുള്ളത്. അയാൾ കൊടുക്കുന്ന ടാക്സും പെനാൽറ്റിയും ഏകദേശം 2,94,00,000 രൂപയായിരിക്കും. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതിന് മുമ്പായിട്ടോ അതല്ല സ്വർണമോ പണമോ സൂക്ഷിക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്ന സമയത്തോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് പ്രോപ്പർ ആയിട്ടുള്ള ഇൻകം ടാക്സ് പ്രൂഫ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം. മാത്രമല്ല നിങ്ങളുടെ ഇൻകം ടാക്സ് റിപ്പോർട്ട് നിങ്ങളുടെ അസറ്റുകളെ ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ സാധൂകരിക്കുന്ന രീതിയിൽ ആയിരിക്കണം. നിങ്ങൾക്ക് ഈ വിവരം ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ കൂടുതൽ ആളുകളിലേക്കും എത്തിക്കുക. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ടും എഴുതാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. Bosswala. Be the boss.